ഞാൻ നേരെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ഏകദേശം ഒരു രൂപം, അതായത് ആദ്യഘട്ടത്തിൽ നടന്ന ആദ്യമായി 3 പേരോടും നടത്തിയ ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഏറ്റെടുക്കൽ വേണം. സാങ്കേതികമായി ഇത് സ്വീകരിക്കുമെന്ന് LDFൻ്റെ പ്രതിനിധി പറയുന്നു. സ്വാഭാവികമായും അതുപോലെ തന്നെ LDFൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും പ്രതിനിധി അതിൻ്റെ സാധ്യതകളും അതിൻ്റെ വിജയസാധ്യതകളൊക്കെയാണ് പറഞ്ഞത്. ഇനി റോണി കെ ബേബിയിലേക്കാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ ഒരു ആശങ്കയാണ്. അതായത് ഈ മഞ്ഞക്കുറ്റികൾ എന്ത് ചെയ്യും? ആ ആശങ്ക തന്നെയാണ് പ്രധാനമായും ഈ ചർച്ചയ്ക്ക് തന്നെ വഴിവെക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ മഞ്ഞക്കുറ്റികൾ എന്ത് ചെയ്യും? ഞാൻ മനസ്സിലാക്കിയത് മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിട്ടുള്ളത് പല വീടുകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്ഥാപിച്ചിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം, വികസനോന്മുഖ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നാണ് ഈ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അത്തരത്തിലൊരു നിയമം, അതായത് താങ്കളുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 70% ഈ ഭൂമി നഷ്ടപ്പെടുന്നവരുടെയും സമ്മതത്തോടെ ഏറ്റെടുക്കേണ്ട സംവിധാനം നിലനിൽക്കുന്നൊരു ഒരു വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങളിലെത്തേണ്ടതുണ്ട്. ഈ വികസന പദ്ധതിയെക്കുറിച്ച് രാഷ്ട്രീയമായും അല്ലാതെയും കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടുകളും വിശദീകരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇന്നലത്തെ ശ്രീധരൻ്റെ ആ പ്രസ്താവനയെയും അദ്ദേഹത്തിൻ്റെ പദ്ധതിയുടെ ആ ഒരു ഓവറോൾ ഒരു ഔട്ട്ലൈനിനെയും എങ്ങനെയാണ് കോൺഗ്രസ് നോക്കി കാണുന്നത്? റോണി കെ ബേബി, നമ്മളിപ്പോൾ ഒറ്റനോട്ടത്തിൽ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീധരൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ അതിവേഗ പാത, അത് ഒറ്റനോട്ടത്തിൽ ആശയപരമായി അത് സ്വാഗതാർഹമാണ്. 2025 പുതുതായിട്ടല്ല ഈ പ്രപ്പോസൽ മുന്നോട്ട് വരുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീധരൻ തന്നെ നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യം അദ്ദേഹം പറഞ്ഞതുപോലെ 2009-10 കാലഘട്ടത്തിൽ അന്ന് LDF സർക്കാരിന്റെ കാലത്ത് എളമരം കരീമിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പഠനങ്ങൾ നടത്തുന്നത്. അതിന്റെ DPR അതിന്റെ പ്രാഥമിക തലത്തിൽ തന്നെ തയ്യാറാക്കി. പിന്നീട് 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ജപ്പാനിലുള്ള ഒരു കൺസൾട്ടൻസി ഇതുമായി ബന്ധപ്പെട്ട് ഇത് നമുക്ക് എങ്ങനെ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ ആ കൺസൾട്ടൻസിയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് താങ്ങാവുന്ന ഒരു സാമ്പത്തിക ബാധ്യതയല്ല ഇത്. കാരണം അത്രമാത്രം ഭീമമായ ഒരു സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ് ഇതിന് ആവശ്യമായി വരും. അതുകൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഇതിന് ബദലായി മോണോ റെയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോയത്. പക്ഷെ നമുക്കറിയാം, ഇത് 2 തവണ കേന്ദ്ര സർക്കാരിന് ഇതിന്റെ അതിവേഗ പാതയുടെ DPR ബഹുമാനപ്പെട്ട ശ്രീധരൻ സമർപ്പിച്ചതാണ്. പക്ഷെ 2016 നമുക്കറിയാം, നമുക്ക് ഇത് നടപ്പാക്കാവുന്ന എല്ലാ ഒരു സാഹചര്യം ഒത്തുവന്നതാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇന്നും ഈ അതിവേഗ പാത മാറ്റിവെച്ചിട്ട് കേരള സർക്കാർ ഈ സിൽവർ ലൈനിലേക്ക് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സിൽവർ ലൈൻ ഒരു വശത്ത്, മറുവശത്ത് അതിവേഗ പാത, ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ടും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ലാത്തതാണെന്ന് മനസ്സിലാകും. ഈ അതിവേഗ പാതയിൽ നമുക്ക് സ്വാഗതാർഹമായ പല കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ. കാരണം നമുക്കറിയാം, ഇപ്പോൾ ബഹുമാനപ്പെട്ട ജലീൽ പുനലൂർ അദ്ദേഹം UAE കാര്യവും ജപ്പാന്റെ കാര്യവും ചൈനയുടെ കാര്യവും ഒക്കെ പറഞ്ഞു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യാവുന്ന ഒന്നല്ല നമ്മുടെ കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. ഒന്ന്, കേരളത്തിന്റെ ജനസാന്ദ്രത; 2, കേരളത്തിന്റെ ഭൂപ്രകൃതിയിലുള്ള പ്രത്യേകത. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു, ഏറെ കൊട്ടിഘോഷിച്ച് കേരളത്തിൽ നടപ്പാക്കുന്ന ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് എത്രയോ സ്ഥലങ്ങളിൽ തന്നെയാണ് വളരെ അപകടകരമായ രീതിയിൽ ദേശീയപാത ഇടിഞ്ഞു താഴുന്നു, അത് മൊത്തം ഇടിഞ്ഞു തകർന്നു. അത്തരത്തിൽ പറയാൻ സാധിക്കുമോ? ദേശീയപാത എല്ലായിടത്തും ഇടിഞ്ഞു താഴുന്നൊന്നും ഇല്ലല്ലോ. 560-580 കിലോമീറ്ററോളം ദേശീയപാത നിർമ്മാണത്തിൽ ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ 3-4 സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് അത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് താനും. അത് ഈ പദ്ധതിയെ മുഴുവൻ ആക്ഷേപിക്കത്തക്ക ഒരു വീഴ്ചയാണോ? ഞാൻ ചൂണ്ടിക്കാണിച്ചത്, കാരണം നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കേരളത്തിലെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ചില വിഷയങ്ങളുണ്ട് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന കേരളയിൽ പോലെ നമ്മൾ പറയുന്നത് 3400 ഏക്കർ സ്ഥലമാണ് കേരളത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്, അല്ലെ ഏറ്റെടുത്തത്. അത് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. കാരണം കേരളത്തിൽ ഇത്രയും ജനസാന്ദ്രത നിറഞ്ഞ പ്രദേശത്ത് ഇപ്പോൾ അങ്ങ് ചോദിച്ചു 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം, അത് ഞങ്ങളാണ് UPA ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. പക്ഷേ ആ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിൽ ഒരിടത്തും വീടിന്റെ അടുക്കളയിൽ കയറ്റി മഞ്ഞക്കുറ്റി ഇടാൻ വേണ്ടിയും അല്ലെ അളവ് കല്ലിടാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ചെയ്തത് എന്താ? തീർത്തും ജനവിരുദ്ധമായ രീതിയിൽ ജനകീയ പ്രതിഷേധങ്ങളെ പോലും അടിച്ചമർത്തിക്കൊണ്ട് ബലമായി തന്നെ പോലീസിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ ജനങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാമോ? കാരണം അവർക്ക് സ്ഥലം ഒന്ന് ബാങ്കിൽ പോയി പണയം വെക്കാൻ കഴിയുന്നില്ല, സ്ഥലം വിൽക്കാൻ കഴിയുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന അതിവേഗ പാതയില് സ്വാഗതാർഹമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു 70% എന്ന് പറയുന്നത് എലിവേറ്റഡ് പാതയാണ്, 20% എന്ന് പറയുന്നത് ഭൂമിക്കടിയിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം അത് തന്നെ അത് പരിഹാരമായി മാറും. പക്ഷെ നമുക്ക് ഇതിനോടുള്ള ഒരു വിയോജിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 15 വർഷമായിട്ട് പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന അതിവേഗ പാത. പക്ഷെ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.
ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണോ എന്ന് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഒരു കാര്യം കൃത്യമായി പറയാം. ഇവിടെ ജലീൽ പുനലൂർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഞാൻ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യണം നിലപാടിനെ. കാരണം സംസ്ഥാന സർക്കാരിന് 49% പങ്കാളിത്തമുള്ള ഒരു പദ്ധതി, ഇത് സംസ്ഥാന സർക്കാരുമായി വിശ്വാസം എടുത്തുകൊണ്ടാണോ, സംസ്ഥാന സർക്കാരുമായി ഇത് സംസാരിച്ചിട്ടാണോ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്? അതൊരു വിഷയം. എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനുണ്ട്. നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതി നമ്മുടെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി മാറുവാവുന്ന, കേന്ദ്രത്തിന് പോലും അറിയാവുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അതിന് 2015 അന്നത്തെ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റ്, UPA ഗവൺമെന്റ് ഉറപ്പ് നൽകിയതാണ് 5000 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ പറയുന്നത്, അതിൽ 1500 കോടി തരാം, പക്ഷെ അതിന് പോലും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വായ്പയായിട്ട് തരാൻ പറ്റുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. രണ്ടാമത് ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പോൾ ദേശീയപാത വികസനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 6000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത്. പക്ഷെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയുന്നറിയോ, ആ 6000 കോടി രൂപ നിങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്നാണ് ഇവിടെ കേന്ദ്ര സർക്കാർ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം, അപ്പോൾ കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. എന്റെ പ്രദേശത്തോടെയാണ് കടന്നു വരുന്നത് അങ്കമാലിയിൽ നിന്ന് എരുമേലിയിലേക്കുള്ള ശബരിപാത. ഇത് ഒരു 30-35 വർഷമായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഇവിടെ എല്ലാം സർവേ നടത്തി അതിരുകളിൽ ഇട്ടുകൊണ്ട് പോയി കുറച്ച് ജനങ്ങൾക്ക് ആ ഭൂമി വിൽക്കാനോ ഒന്ന് ബാങ്കിൽ കൊണ്ടുപോയി പണം വെക്കാൻ പോലും സാധിക്കുന്നില്ല. അതിൽ അതിന് പകുതി തുക ചെലവാകുന്നതിൽ പകുതി തുക സംസ്ഥാന സർക്കാർ നൽകുവാൻ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിന്റെ അകത്തൊരു തീരുമാനം എടുക്കാനായിട്ട് അമാന്തിക്കുന്നത്? നമുക്ക് 30-40 വർഷമായ പദ്ധതിയാണ് ശബരി റെയിൽപാത എന്ന് പറയുന്നത്. അതിന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിട്ട് പോലും അതിനകത്ത് അനുകൂലമായ ഒരു സമീപനം എടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം നിൽക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് ഇനി 1-2 മാസം മാത്രം ബാക്കി നിൽക്കെ പ്രഖ്യാപനമായിട്ട് വരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്ന് ന്യായമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇവിടെ അടുത്ത 5 വർഷങ്ങൾ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ട തുക എന്ന് പറയുന്നത് 40,000 കോടിയാണ്. അതിന് പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലാണോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം. നമ്മൾ എവിടെ ഇതിനുള്ള ഈ സമാഹരിക്കും ഈ 40,000 കോടി രൂപ എന്ന് പറയുന്നത് അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ എവിടെ നിന്നും പിന്നെ കണ്ടുപിടിക്കും? നമ്മളൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കണം. ഈ 60% ഈ പദ്ധതിക്ക് വേണ്ടി വരുന്ന 1 ലക്ഷം കോടിയിൽ 60,000 കോടിയാണ് റെയിൽവേ 51%, ബാക്കി സംസ്ഥാന സർക്കാരുമായിട്ട് കാണുന്നത്. ബാക്കി 40% കടമെടുപ്പ് എന്നാ പറയുന്നത്. അപ്പോൾ ഈ കടമെടുത്ത് ഇതിന്റെ എല്ലാം ബാധ്യത ഈ സംസ്ഥാന സർക്കാരിന്റെ എല്ലാം മുകളിൽ വന്നിട്ട് ഇതിനകത്ത് എത്രമാത്രം റീപേയ്മെന്റ് ഇതിനകത്ത് സാധ്യമാകുമെന്നും ഇത് എത്രമാത്രം ലാഭകരമായി മുന്നോട്ട് കൊണ്ടാകുമെന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യം ഇനി പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതി സ്വാഗതം ചെയ്തതിനു മുമ്പ് ഇതിന്റെ അലൈൻമെന്റിനെ കുറിച്ച് ഇതുവരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്കിതുപോലെ ഒരു ആശയപരമായിട്ടുള്ള ഒരു പ്രപ്പോസൽ വന്നിരിക്കുന്നു, പക്ഷെ ഇതിന്റെ അലൈൻമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇനി പോകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാനായിട്ട് പിന്നെ കഴിയുകയുള്ളൂ. തീർച്ചയായും റോണി, താങ്കളുടെ നിലപാട് വ്യക്തമാണ്.